അപ്പൊ നമ്മൾ ഇന്ന് എടുക്കണത് പൗരത്വത്തെ പറ്റിയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് പൗരത്വം. ഓക്കെ, സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ് നമ്മൾ എടുക്കണത് കേട്ടോ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ പൗരത്വ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 1955 ഈ പറഞ്ഞ പാർലമെന്റ് പൗരത്വ നിയമം പൗരത്വ നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. അപ്പൊ ഈ പറഞ്ഞ നമ്മുടെ പൗരത്വം റദ്ദ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ പാർലമെന്റിനാണ് ആ ഒരു അധികാരം ഉള്ളത്. നമ്മുടെ ഓക്കെ, അപ്പൊ ഇന്ത്യൻ പൗരത്വം നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ വർഷമാണ് 1955. ഈ 1955 നമ്മുടെ ഈ പറഞ്ഞ പൗരത്വ നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. ഇനി ഒരു വ്യക്തിയുടെ നമുക്കറിയാം നമ്മുടെ ഈ പറഞ്ഞ പൗരത്വം റദ്ദ് ചെയ്യാനൊക്കെ ഉള്ള അധികാരം ആർക്കുള്ളത്? ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിലാണ് നമ്മുടെ പൗരത്വം റദ്ദ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ള അധികാരങ്ങൾ നമ്മുടെ പാർലമെന്റിലാണ് ഉള്ളത്. അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലാണ് നമ്മുടെ പൗരത്വം റദ്ദ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അധികാരങ്ങളുള്ളത്. ഇനിയിപ്പോ ഈ 1955 ഈ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ടിലാണ് ഈ വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം ഒക്കെ നേടാനുള്ള മാർഗങ്ങളൊക്കെ നമുക്കറിയാം. നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ നിന്നായാലും ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്ത് വേറെ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോ വേറെ രാജ്യത്ത് ചെന്നാലും നമ്മളവിടെ പൗരത്വം എടുക്കണവരുണ്ട്. അതേപോലെ വിദേശികൾ ഇവിടെ വന്നിട്ട് പൗരത്വം പല രീതിയിലൊക്കെ എടുക്കേണ്ടത് നിങ്ങൾക്കറിയാം. മദർ തെരേസ വേറൊരു രാജ്യത്തെ ഒരു സിസ്റ്റർ ആയിരുന്നു, ഇവിടെ വന്ന് ഇന്ത്യൻ പൗരത്വം എടുത്തതാണ്. അങ്ങനെ പലരും വിദേശികൾ ഇവിടെ വന്ന് പൗരത്വം എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുന്നത് 1955 ഇന്ത്യൻ പൗരത്വ നിയമത്തിലാണ് ഈ പറഞ്ഞ വിദേശികൾക്ക് പൗരത്വം കിട്ടുന്ന കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഈ പൗരത്വത്തെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യണത്. ഒന്ന് സ്വാഭാവികമായിട്ട് പൗരത്വം, നമ്മളിപ്പോ ഇന്ത്യയിൽ ജനിച്ചു അതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടി. ഇനി ജന്മനാ ലഭിക്കുന്ന പൗരത്വമാണ് നമ്മളിപ്പോ പറഞ്ഞ സ്വാഭാവിക പൗരത്വം എന്ന് പറഞ്ഞത്. ഇനി ആർജിത പൗരത്വം ഉണ്ട്. അതായത് ഇപ്പോ നമ്മൾ വേറൊരു രാജ്യത്ത് പോയി അവിടെ ചെന്ന് അവിടെ നിന്ന് അവിടുത്തെ പെർമനന്റ് ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ് കിട്ടി അങ്ങനെ കിട്ടുന്ന പൗരത്വത്തെ പറയുന്ന കാര്യമാണ് ആർജിത പൗരത്വം. അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് ഈ പൗരത്വ നിയമം പാസ്സാക്കിയത് 1955 പിന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ പൗരത്വം ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനൊക്കെ അധികാരമുള്ളത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഈ 1955 പൗരത്വ നിയമത്തിലാണ് വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗമൊക്കെ വിശദീകരിക്കണത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു രാജ്യത്ത് അവിടെയുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വത്തെ നമ്മൾ പറയുന്ന പേരാണ് ആർജിത പൗരത്വം എന്ന് പറയുന്നത്. എന്നാൽ അവിടെ തന്നെ ബൈ ബർത്ത് ഉണ്ടായി അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പൗരത്വത്തെയാണ് നമ്മൾ എന്ത് പൗരത്വം എന്ന് പറയണത്? ജന്മനാ ലഭിക്കുന്ന പൗരത്വം അല്ലെങ്കിൽ സ്വാഭാവിക പൗരത്വം എന്ന് പറയണത്. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പൗരത്വ നിയമം അത് വന്നത് വർഷം 1955
ഓക്കെ, ഇതിപ്പോ മദർ തെരേസയുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. മദർ തെരേസ ചിരകാല അധിവാസം മുഖേന 1951 ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മദർ തെരേസ വിദേശിയായിട്ടുള്ള ഒരു സിസ്റ്റർ ആയിരുന്നു. ഇവിടെ വന്ന് ഇന്ത്യൻ പൗരത്വം നേടിയതാണ്. ഈ വർഷം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1951 പൗരത്വം നേടി എന്നുള്ള ഈ ഒരു വർഷമില്ലേ, ഈ 55 ഇന്ത്യൻ പൗരത്വ നിയമം ഇമ്പോർട്ടന്റ്. അതേപോലെ തന്നെ മദർ തെരേസ 1951 ഇന്ത്യൻ പൗരത്വം നേടി എന്ന ആ വർഷം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ അടുത്തൊരു വ്യക്തിയാണ് ലാറി ബേക്കർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. വാസ്തുവിദ്യ വിദഗ്ധനൊക്കെ ആയിരുന്നു. അദ്ദേഹവും ഇതേപോലെ ചിരകാല അധിവാസം കുറെ നാള് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ നേടിയ പൗരത്വമാണ് ഈ ലാറി ബേക്കറിനുള്ളത്. അദ്ദേഹം 1989 ഇന്ത്യൻ പൗരത്വം നേടിയത്. ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏത് വർഷമാണ് ലാറി ബേക്കറിന് ഇന്ത്യൻ പൗരത്വം കിട്ടിയേ എന്നുള്ള വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1989 ലഭിച്ചത്. ഇനി നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിക്ക് 5 രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം കിട്ടുള്ളൂ. നമുക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് ജന്മസിദ്ധമായിട്ട് പൗരത്വം നേടാൻ പറ്റും. ഓക്കെ, അപ്പൊ ജന്മസിദ്ധമായിട്ട് നമ്മൾ ജനിച്ചു, അതിന്റെ പേരിൽ നമുക്ക് പൗരത്വം നേടാൻ പറ്റും. അടുത്തത് പിന്തുടർച്ച വഴി നമുക്ക് പൗരത്വം നേടാൻ പറ്റും, പിന്തുടർച്ച വഴി. പിന്നെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് ഉള്ള രീതിയിലുള്ള പൗരത്വം അങ്ങനെ നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ ചിരകാല അധിവാസം, അങ്ങനെ നമുക്ക് പൗരത്വം നേടാൻ പറ്റും. പിന്നെ അടുത്തൊരു മെത്തേഡാണ് പ്രാദേശിക സംയോജനം. അതായത് ഒരു ഇപ്പൊ നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയണതാണ്, ബംഗ്ലാദേശ് ആ രാജ്യത്തെ ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഭാഗം ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തു. അപ്പൊ അങ്ങനെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഉള്ളവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടും. ഇങ്ങനെ ഒരു പ്രദേശം ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പൗരത്വം കിട്ടും. അങ്ങനെ പല രീതിയിലും ഇന്ത്യൻ പൗരത്വം, ഈ 5 രീതി കൂടെ നമുക്ക് ഇന്ത്യയിൽ പൗരത്വം നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് ജന്മസിദ്ധം, ബൈ ബർത്ത് നമുക്ക് കിട്ടണ പൗരത്വത്തെയാണ് ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയുന്നത്. പിന്തുടർച്ച, പാരന്റ്സിൽ ആരെങ്കിലും ഒക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ പിന്തുടർച്ച വഴി നമുക്ക് പൗരത്വം കിട്ടും. അതാണ് ബൈ ഡിസെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ രജിസ്ട്രേഷൻ വഴിയായിട്ട് പൗരത്വം കിട്ടും. ചിരകാല അധിവാസം വഴി, അത് നമ്മൾ പറഞ്ഞു നേരത്തെ, ലാറി ബേക്കറും അങ്ങനെയുള്ളവർക്കൊക്കെ പൗരത്വം കിട്ടിയത് ആ രീതിയിലാണ്. പിന്നെ പ്രാദേശിക സംയോജനം വഴി. അപ്പൊ എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം കിട്ടുമെന്ന് ചോദിക്കും. 5 രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം കിട്ടണത്. അത് ഇംഗ്ലീഷ് ടേമും മലയാളം ടേമും ഇമ്പോർട്ടന്റ് ആണ്. ബൈ ബർത്ത്, ബൈ ഡിസെന്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, അതേപോലെ തന്നെ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഇത്രയും ക്ലിയർ ആയോ? ഈ 5 രീതി മനസ്സിലായ? ഓക്കെ, അപ്പൊ ഈ 5 രീതിയിലാണ് നമുക്ക് ക്ലിയർ ആവണ്ട, കേൾക്കണുണ്ടോ? ആരൊന്നും പറയണില്ലല്ലോ. 5 രീതികളിൽ കൂടെ ഇന്ത്യ പൗരത്വം കിട്ടണ രീതികൾ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഈ 5 രീതിയിലാണ് നമുക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നത്. ഓക്കെ, ഈ പിന്തുടർച്ച വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പാരന്റ്സിൽ ഒരാൾ അല്ലെങ്കിൽ പാരന്റ്സ് 2 പേരോ അങ്ങനെ കുറച്ച് കണ്ടീഷൻ വെക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരു പിതാവ് ഇന്ത്യൻ പൗരനാണ്, മക്കള് വേറെ സ്ഥലത്ത് ജനിച്ചാലും ഇപ്പൊ അതിലേതെങ്കിലും ഒരാള് ഇന്ത്യൻ പൗരനാണെങ്കിൽ, പാരന്റ്സിൽ ഒരാള് ഇന്ത്യൻ പൗരനാണെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്ന രീതിയിലുള്ള പൗരത്വമാണ് ഈ പിന്തുടർച്ച വഴിയുള്ളത് കേട്ടോ. ഓക്കെ,
ഇനി അടുത്തത് 3 രീതിയിൽ നമുക്ക് പൗരത്വം ഇതേപോലെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പൊ 5 രീതിയിൽ നമുക്ക് പൗരത്വം കിട്ടും, ഇന്ത്യൻ പൗരത്വം കിട്ടും. 3 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതാണ് ഒന്ന്, പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കുക, നമ്മൾ സ്വന്തമായിട്ട് ഉപേക്ഷിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൗരത്വം റദ്ദായി പോകും. അതുപോലെ പൗരത്വം നിർത്തലാക്കി, നമ്മളിപ്പോ പൗരത്വം നിർത്തലാക്കി ഉള്ള രീതിയിൽ അങ്ങനെ ഏറെക്കുറെ സ്വമേധയാ ഉപേക്ഷിക്കൽ പോലെ. അപ്പൊ നമ്മള് നമ്മുടെ രാജ്യത്തെ പൗരത്വം വേണ്ട, വേറെ രാജ്യത്തെ പൗരത്വം എടുത്തു, അങ്ങനെ പൗരത്വം നിർത്തലാക്കാൻ പറ്റും. പിന്നെ പൗരത്വ അപഹരണം, അങ്ങനെ അങ്ങനെ 3 രീതിയിലാണ്. പൗരത്വ അപഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു തെറ്റുകൾ കൊണ്ട്, തെറ്റെന്ന് ഉദ്ദേശിക്കണത് ഇപ്പൊ ഒരു ചാരനായിട്ട് ഇന്ത്യക്ക് ദ്രോഹം ചെയ്തു, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൗരത്വം അപഹരിക്കാനായിട്ട് ഗവൺമെന്റിന് സാധിക്കും. ഓക്കെ, ഈ വ്യാജമായിട്ട് നമ്മുടെ ഇന്ത്യൻ പൗരത്വം നേടിയതാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇന്ത്യൻ ഭരണഘടനയോട് അനാദരവൊക്കെ പ്രകടിപ്പിച്ച, അതേപോലെ തന്നെ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ശത്രു രാജ്യമായിട്ട് കൂട്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോ ചാരോർത്തി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പൗരത്വം പോണതിനെയാണ് പൗരത്വ അപഹരണം എന്ന് പറയണത്. ഓക്കെ, ഈ 3 രീതിയിലാണ്. പിന്നെ ഈ പൗരത്വം നിർത്തലാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വേറൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൗരത്വം അവിടെ കട്ടാവും. കാര്യം ഇന്ത്യ ഒരു ഏക പൗരത്വം മാത്രം അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ്. ഓക്കെ, അപ്പോ അതുകൊണ്ട് നമ്മുടെ പൗരത്വം നിർത്തലാകും. പിന്നെ നമുക്ക് സ്വമേധയാ എനിക്ക് വേണ്ട എന്ന് എഴുതി കൊടുത്തിട്ട് പരിത്യാഗം ചെയ്യാൻ പറ്റും. അതാണ് ആ ആദ്യത്തെ മെത്തേഡ്, പരിത്യാഗം. ക്ലിയർ ആണോ? 3 മെത്തേഡ് ക്ലിയർ ആയോ? പൗരത്വം നഷ്ടപ്പെടുന്ന 3 മെത്തേഡ്. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആയാ? കേൾക്കണില്ലേ പറയണത്? ക്ലിയർ ആണ്. ഞാൻ ഇന്ന് മൊബൈലിൽ നിന്നാണ് കയറിയേക്കണേ, അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്ന് പറഞ്ഞോളൂ കേട്ടോ, ക്ലിയർ അല്ലെങ്കിൽ. ഓക്കെ, ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ മൊബൈലിൽ നിന്ന് കയറാൻ പറ്റും. ലാപ്ടോപ്പിൽ ചാർജ് കുറവായിരുന്നു. അപ്പൊ നമ്മുടെ ഭരണഘടനയില് പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചാൽ, അത് ഭാഗം 2-ലാണ് പറയണത്. ഓക്കെ, പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2. ഭാഗം 2-ലാണ് നമ്മൾ പൗരത്വത്തെ, ഇമ്പോർട്ടന്റ് ആട്ടാ, ഏത് ഭാഗത്താണ് നമ്മൾ പൗരത്വത്തെ പറ്റി പറയുന്നതെന്ന് ചോദിച്ചാൽ അത് ഭാഗം 2-ലാണ് പറയുന്നത്. ഇനി ആർട്ടിക്കിള് ചോദിക്കും. ആർട്ടിക്കിള് 5 മുതൽ 11 വരെയാണ് നമ്മുടെ സിറ്റിസൺഷിപ്പിനെ പറ്റി പറയണത്. ഭാഗം 2-ല് ആർട്ടിക്കിള് 5 മുതൽ 11 വരെ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. ഏക പൗരത്വം നമ്മൾ എവിടെന്നാ കടമെടുത്തേക്കണേ? ഓർമ്മയുള്ളവർ പറഞ്ഞേ. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാ? ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു, പറയൂ. പറയ്, ഏത് ഭാഗത്തു നിന്നാണ് നമ്മള്, ഏത് രാജ്യത്തിൽ നിന്നാ കടമെടുത്താണ്? ഇന്നലെ പഠിച്ചത് ആർക്കും ഓർമ്മയില്ല? ബ്രിട്ടനിൽ നിന്നാണ് നമ്മുടെ ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, ബ്രിട്ടനിൽ നിന്ന്. ഓക്കെ, അപ്പൊ 5 മുതൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗത്താണ് നമ്മൾ ഇന്ത്യൻ നമ്മുടെ പൗരത്വത്തെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നത്. ഓക്കെ, പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്ന 5 മുതൽ 11 വരെ നമ്മൾ ഏക പൗരത്വമാണ് ഫോളോ ചെയ്യണേ. 1955-ലാണ് ഈ സിറ്റിസൺഷിപ്പ് നിയമം വന്നത്. ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെ നിങ്ങൾക്ക് പറ്റിയാ പഠിച്ചാൽ മതി. ഈ ലാറി ചിരകാല അധിവാസം മുഖേന എന്നാണ് നേടിയത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്?
പറഞ്ഞേ. ഞാൻ വർഷം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മിക്ക പരീക്ഷയ്ക്കും ചോദിക്കണതാണ്. ഈ ലാറി ബേക്കർ ഏത് വർഷമാണ്? SCRT-യിലുള്ള പോയിന്റ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കണത്. ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല? ആയിരത്തി 1989 കേട്ടോ, മറക്കരുത്. അദ്ദേഹമാണ് വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിനാണ് കേട്ടോ. അദ്ദേഹമാണ്, ലാറി ബേക്കർ ആണ് അങ്ങനെ അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആയോ? ഭാഗം 2 5 മുതൽ 11 വരെ 55-ലാണ് സിറ്റിസൺഷിപ്പ് നിയമം വന്നത്. പിന്നെ എപ്പോഴും ചോദിക്കും എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം കിട്ടുമെന്ന്. 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം കിട്ടും, 3 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്യും. ആ 5 മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് ക്ലിയർ ആയോ? ഒന്ന്, ജന്മസിദ്ധമായിട്ട് നമുക്ക് പൗരത്വം കിട്ടും. 2, പിന്തുടർച്ച വഴി കിട്ടും. പിന്നെ രജിസ്ട്രേഷൻ വഴി കിട്ടും. ചിരകാല വാസം മുഖേന കിട്ടും. പിന്നെ പ്രാദേശിക സംയോജനം വഴി. 5 രീതിയിൽ നമുക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടും. 3 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാം. 1 പരിത്യാഗം, 2 നിർത്തലാക്കൽ, 3 പൗരത്വ അപഹരണം. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. റെസ്പോണ്ട് ചെയ്യും. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു ജന്മസിദ്ധമായിട്ടുള്ള രീതിയിൽ പൗരത്വം കിട്ടുമെന്ന് പറഞ്ഞു. അതിന് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് പഠിക്കാം. പറ്റുന്നവര് പഠിക്കാം കേട്ടോ. ഡിഗ്രി ലെവലിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഒരു വ്യക്തിക്ക് ജന്മസിദ്ധമായ പൗരത്വം വഴി ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. അതിന് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. ഓക്കെ. ജന്മസിദ്ധമായിട്ട് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ കുറച്ച് നിബന്ധനകളുണ്ട്. നമുക്കിപ്പോ ഒന്നും തോന്നാതെ നമ്മൾ ജനിക്കുന്നു, നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നു, അതിൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. ഓക്കെ. പക്ഷെ ശരിക്കും ഈ ജന്മസിദ്ധമായ പൗരത്വം കിട്ടാനായിട്ട് കുറച്ച് നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ നിബന്ധനയാണ് 1950 ജനുവരി 26-നോ അതിനുശേഷമോ, അതായത് 1950 ജനുവരി 26 എന്ന് പറഞ്ഞാൽ നമ്മുടെ റിപ്പബ്ലിക് കിട്ടിയിട്ട്, അതിനുശേഷമോ എന്നാൽ 1987 ജൂലൈ 1-ന് മുൻപോ ഇന്ത്യയിൽ ജനിച്ച എല്ലാ വ്യക്തികളും അവരുടെ മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെ തന്നെ ഇന്ത്യൻ പൗരന്മാരായിട്ട് കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. അതിന് കാരണമുണ്ട്. കുറെ പേര് പാകിസ്ഥാനിലേക്ക് കുടിയേറി പോയിട്ടുണ്ട്, കുറെ പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറി ആൾക്കാർ 1950 ജനുവരി 26, അതേപോലെ തന്നെ 1987 ജൂലൈ 11, ജൂലൈ 1-ന് ഇതിന്റെ ഇടയിൽ ജനിച്ച എല്ലാ വ്യക്തികൾക്കും അവരുടെ പാരന്റ്സ് ഇന്ത്യൻ പൗരനാണോ എന്നൊന്നും പരിഗണിക്കാതെ തന്നെ ഇന്ത്യൻ പൗരത്വം കിട്ടും. 50 ജനുവരി 26-ഉം അതേപോലെ തന്നെ 87 ജൂലൈ 1-നും. 11 അല്ല, 1-ആണ് കേട്ടോ. ഇനി അടുത്തൊരു കണ്ടീഷനാണ് 1987 ജൂലൈ 1. അതിനുശേഷം അതേപോലെ തന്നെ 2004 ഡിസംബർ 3, ഈ 2004 ഡിസംബർ 3-ന്റെ ഇടയിൽ ഇന്ത്യയിൽ ജനിക്കുന്ന ഒരാൾക്ക് പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ജനിക്കുന്ന സമയത്ത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്ന് ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ 87 ജൂലൈ 1-നോ അതിനുശേഷമോ അല്ലെങ്കിൽ 2004 ഡിസംബർ 3-ന് ഇതിന്റെ ഇടയിൽ ആദ്യം നമ്മൾ പറഞ്ഞ കണ്ടീഷൻ 50 ജനുവരി 26 റിപ്പബ്ലിക്കനും അതേപോലെ തന്നെ 87 ജൂലൈ 1, ഇതിന്റെ ഇടയിൽ ജനിക്കുന്ന വ്യക്തികൾ മാതാപിതാക്കളുടെ പൗരത്വം ഏത് പൗരത്വമാണെങ്കിലും ഏത് പൗരനാണെങ്കിലും നമ്മൾക്ക് ഇന്ത്യൻ പൗരനായിട്ട് കിട്ടും. ഇവിടെ ഉള്ള ഇന്ത്യയിൽ ജനിച്ച ആരായാലും എല്ലാ വ്യക്തികൾക്കും. ഇനി അത് കഴിഞ്ഞൊരു കണ്ടീഷനാണ് 87 ജൂലൈ 1-നോ അതിന് ശേഷമോ
അതേപോലെ തന്നെ 2004 ഡിസംബർ 3 ഇതിന്റെ ഇടയിൽ ജനിച്ചവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാള് ജനന സമയത്ത് ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. അതാണ് അടുത്ത ഒരു കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, 2 കണ്ടീഷനാണ് പറഞ്ഞത്. ഒന്ന് 50 ജനുവരി 26, അതേപോലെ തന്നെ 87 ജൂലൈ 1 ഇതിന്റെ ഇടയിൽ ജനിക്കുന്നവര് ആരായാലും അവരുടെ അപ്പൊ മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെ ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടോ അവർ ഇന്ത്യൻ പൗരനാവും. പിന്നെ നമ്മൾ പറഞ്ഞ 87 ജൂലൈ 1 അതേപോലെ തന്നെ 2004 ഡിസംബർ 3 അതിന്റെ ഇടയിൽ ജനിച്ചവര് ഇന്ത്യൻ പൗരത്വം കിട്ടണമെങ്കിൽ വല്ല മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ ജനന സമയത്ത് ഇന്ത്യൻ പൗരനായിരിക്കണം. ഇത് ജന്മസിദ്ധമായ പൗരത്വം കിട്ടാനുള്ള ഒരു വഴി. ഇനി അടുത്തൊരു കണ്ടീഷനാണ് നമുക്കൊക്കെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ ഈ 2004 ഡിസംബർ 3 ഇടയിൽ ജനിച്ചവർ തന്നെയാണ്. ഇനി 2004 ഡിസംബർ 3 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അതുപോലെ മാതാപിതാക്കള് രണ്ടുപേരും ഇന്ത്യൻ പൗരനായിരിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അല്ലെങ്കിൽ വേറൊരു ക്രൈറ്റീരിയ ഉള്ളത് ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം, മറ്റേ ആള് അനധികൃത കുടിയേറ്റക്കാരനാവരുത്. അനധികൃത കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ പാകിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യത്തെ നിങ്ങൾക്ക് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ടാവും നിങ്ങള്. അപ്പൊ ആ സമയത്ത് അയ്യോ ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഒരാൾ വിവാഹം കഴിച്ച പാകിസ്ഥാൻ സ്ത്രീയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാർത്തയിൽ. അപ്പൊ 2004 ഡിസംബർ 3 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യൻ പൗരനായിരിക്കണം. ഇല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനും. നമ്മുടെ സൗഹൃദ രാജ്യങ്ങളുണ്ട്, കുറെ സൗഹൃദ രാജ്യങ്ങൾ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടും. അങ്ങനെയുള്ളവരാണ്, അതായത് അങ്ങനെയുള്ളവര് ആണ് ഒരാള് പാരന്റിൽ ഒരാളെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ പൗരത്വം നമുക്ക് കിട്ടും. എന്നാൽ നമ്മുടെ ശത്രു രാജ്യങ്ങളിൽ ഒരാള് ആണ് മാതാപിതാക്കളിൽ ഒരാള്, അദ്ദേഹം ശത്രു രാജ്യമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കിട്ടില്ല. അപ്പൊ അനധികൃതമായിട്ട് ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടും കൂടി ഉണ്ടെങ്കിൽ ഒട്ടും കിട്ടില്ല. കുട്ടികൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യയിൽ കുറെ വിദേശ നയതന്ത്രജ്ഞന്മാരൊക്കെ നിയമിക്കപ്പെട്ടിട്ടുണ്ടാവും. അവര് ഇന്ത്യയിൽ ജനിച്ചു എന്ന് പറഞ്ഞാലും അവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടില്ല. ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട വിദേശ നയതന്ത്രജ്ഞന്മാരുടെ മക്കൾക്കും ഇതേപോലെ ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം ലഭിക്കില്ല. അതും ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ പറഞ്ഞ 3 കണ്ടീഷൻ മനസ്സിലായത് ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം കിട്ടാനുള്ള ക്രൈറ്റീരിയസ് ആണ്. പിന്നെ നമ്മളിത് പറഞ്ഞു, ഇവിടെ ഇന്ത്യയിലേക്ക് നിയമവിരുദ്ധമായിട്ട് കുടിയേറിയവരായിരിക്കരുതെന്ന് പറഞ്ഞു. 2004 ഡിസംബർ 3 അതിനുശേഷം ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യൻ പൗരനായിരിക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാള് കുഞ്ഞ് ജനിക്കുന്ന സമയം ഇന്ത്യയിലേക്ക് നിയമവിരുദ്ധമായിട്ട് കുടിയേറിയതും ആവരുതെന്ന് പറഞ്ഞു. ഇനി ഈ അനധികൃത കുടിയേറ്റക്കാർ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് കുടിയേറിയവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കൃത്യമായിട്ടുള്ള പാസ്പോർട്ട് അങ്ങനെയൊന്നും ഇല്ലാത്തവര്, അതേപോലെ തന്നെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞ് നിൽക്കണത്, അങ്ങനെയുള്ളവര്. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇങ്ങനെ ഹേറ്റ് രാജ്യമായിട്ട്, നമ്മുടെ ശത്രു രാജ്യമായിട്ടൊക്കെ അവിടെ നിന്ന് അനധികൃതമായിട്ട് കുടിയേറിയത്, അങ്ങനെയുള്ളവർക്കൊന്നും കിട്ടില്ല. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട വിദേശ നയതന്ത്രജ്ഞന്മാരുടെ മക്കൾക്ക് ജന്മസിദ്ധമായിട്ടുള്ള ഇന്ത്യൻ പൗരത്വം കിട്ടുമെന്ന് ചോദിച്ചാൽ അത് കിട്ടില്ല കേട്ടോ. ഇമ്പോർട്ടന്റ് ആണത്. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഈ സിറ്റിസൺഷിപ്പിന്റെ ഭാഗത്തുനിന്ന് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഏത് ഭാഗത്താണ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയണേന്ന് പഠിക്കുക. ഭാഗം 2 ആർട്ടിക്കിൾ പഠിക്കുക, 5 മുതൽ 11 വരെ. എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം കിട്ടുമെന്ന് പഠിക്കുക, 5 രീതിയിൽ. അത് ഏതൊക്കെ രീതികളാണെന്ന് പഠിക്കുക. ഏതൊക്കെ രീതിയിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും, 3 രീതികൾ പറഞ്ഞു, ആ 3 രീതി പഠിക്കുക. പിന്നെ പൗരത്വ നിയമം നിലവിൽ വന്ന എന്നാന്ന് പഠിക്കുക 55-ൽ. ഇത്രയാണ് മെയിൻ ആയിട്ട് അവിടെ നിന്ന് പഠിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കറിയാം, ലാസ്റ്റ് ആയിട്ട് പൗരത്വ ഭേദഗതി നിയമങ്ങൾ ഒരുപാട് വർഷങ്ങൾ വന്നിട്ടുണ്ട്. അവസാനമായിട്ട് വന്ന വർഷമാണ് 55-ലെ പൗരത്വ ഭേദഗതി നിയമം. ഈ പറഞ്ഞ 57-ൽ വന്നിട്ടുണ്ട്, 60-ല്, 85, 86-ലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവസാനമായിട്ട് അമെൻഡ് ചെയ്ത വർഷമാണ് പൗരത്വ ഭേദഗതി നിയമം
2019. നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. 2019 പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വരണത്. അതിലെന്താ പറയണേന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയ ആണ്. ഏതൊക്കെ രാജ്യങ്ങളിൽ പെടാത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അതായത് 2014 ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ പറയണത് 2014 ഡിസംബർ 31 അതിനു മുമ്പോ ഏതൊക്കെ രാജ്യമാണെന്ന് നോക്കിയേ. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. ഈ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈനമതം, അതേപോലെ തന്നെ പാഴ്സി, ക്രിസ്ത്യൻ, ആ മതങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. മുസ്ലിംസ് അതിൽ വരുന്നില്ല. അവർ മതപീഡനം മൂലമാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയതെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന ഒരു നിയമമാണ് ഈ പൗരത്വ ഭേദഗതി നിയമം 2019. ഏത് വർഷം? 2014 ഡിസംബർ 31. അതിനു മുമ്പോ അതിനുശേഷമോ 2014 ഡിസംബർ 31 മുമ്പോ അതിനുശേഷമോ 3 രാജ്യങ്ങളാണ് പറയണത്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. അവിടെ നിന്ന് മതപീഡനത്തെ തുടർന്ന് ഇങ്ങോട്ട് കുടിയേറിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ക്രിസ്ത്യൻ ഇവര് മതപീഡനം മൂലം ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം. പിന്നെ നമുക്കറിയാം കുറെ വിവാദമൊക്കെ ആയതാണ്. ഈ പറഞ്ഞ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനായി ഈ പറഞ്ഞ അനധികൃതമായിട്ട് കുടിയേറ്റക്കാരുണ്ട്. ആ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയൊക്കെ തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശ് ആണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനായിട്ട് അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക ആദ്യമായിട്ട് തയ്യാറാക്കിയ സ്റ്റേറ്റ്. ഇനി പൗരത്വ ഭേദഗതി നിയമത്തെ ഇത് അനുകൂലിച്ചുകൊണ്ട് അഭിനന്ദന പ്രമേയം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം അത് ഗോവയാണ്. എന്നാൽ കേരളം നമുക്കറിയാം ഈ പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരെയാണ് പ്രമേയം പാസ്സാക്കിയത്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിന് അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശ്. അനുകൂലിച്ചുകൊണ്ട് ആദ്യമായിട്ട് പ്രമേയം പാസ്സാക്കിയത് ഗോവ. എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയത് കേരളമാണ്. ഇനി 2014 ഡിസംബർ 31 അതിനു മുമ്പോ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ മതപീഡനത്തെ തുടർന്ന് കുടിയേറിയ മുസ്ലിംസ് അല്ലാത്ത മതവിഭാഗങ്ങളിലുള്ളവരാണ് മെയിൻ ആയിട്ട് പറയണത് അല്ലെ. ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈൻ, പാഴ്സി, ക്രിസ്ത്യൻ അവരെയൊക്കെ ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നതിനുള്ള നിയമമാണ് ഈ പൗരത്വ ഭേദഗതി നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ പൗരത്വ ഭേദഗതി നിയമം അവതരിപ്പിച്ചത് അമിത്ഷായാണ്. അന്നത്തെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായാണ് നമ്മുടെ പൗരത്വ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഇനി ഈ ബില്ല് പാസ്സാക്കിയതും അതേപോലെ തന്നെ നിലവിൽ വന്നതും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും പഠിച്ചില്ലെങ്കിലും പൗരത്വ ഭേദഗതി നിയമം എന്നാണ് നിലവിൽ വന്നേ എന്നുള്ള വർഷമെങ്കിലും പഠിക്കാം. അത് വന്നത് 2020 ജനുവരി 10 നിലവിൽ വന്നത് പൗരത്വ ഭേദഗതി നിയമം. ഒന്നും പറ്റാത്തവര് അതെങ്കിലും പഠിക്കാട്ടോ. പൗരത്വ ഭേദഗതി നിയമം എന്നാണ് വന്നതെന്ന് ഇമ്പോർട്ടന്റ് ആണ്. 2020 ജനുവരി 10 പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ലോകസഭ പാസ്സാക്കിയത് പറഞ്ഞില്ല. 2019 ഡിസംബർ 10 ലോകസഭ പാസ്സാക്കി. തൊട്ടടുത്ത ദിവസം രാജ്യസഭ പാസ്സാക്കി. തൊട്ടടുത്ത ദിവസം നമ്മുടെ പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഡിസംബർ 10 ലോകസഭ, ഡിസംബർ 11 രാജ്യസഭ. പിന്നെ ഒരു സാധനം ബില്ലാവണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആദ്യം ലോകസഭ പാസ്സാക്കണം. ധനബില്ലിന്റെ കാര്യമല്ല പറയണം, സാധാരണ ഒരു നിയമം. ആദ്യം ധനബില്ലിന് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത്. ഓക്കെ, ആദ്യം ലോകസഭ അത് പാസ്സാക്കണം, പിന്നീട് അത് രാജ്യസഭ പാസ്സാക്കണം. ഒരു ബില്ല് നിയമമായിട്ട് മാറണമെങ്കിൽ ആദ്യം ലോകസഭ തന്നെ പാസ്സാക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. എവിടെ വേണേലും ആദ്യം അവതരിപ്പിക്കാം. അപ്പൊ ഒരു രീതിയിൽ ആദ്യം ഒരു സഭ പാസ്സാക്കണം, അടുത്തത് രണ്ടാമത്തെ സഭ പാസ്സാക്കണം, അവസാനം പ്രസിഡന്റ് ഒപ്പുവെക്കണം. ഇതാണ് ഒരു നിയമം ബില്ലായിട്ട് മാറുന്നതിനുള്ള പ്രൊസീജിയർ. 2019 ഡിസംബർ 12 പ്രസിഡന്റ് ഒപ്പുവെച്ചു. അന്നത്തെ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ്. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10. ഇത്രയും ക്ലിയർ ആയോ പൗരത്വത്തെ പറ്റി പറഞ്ഞത്? ക്ലിയർ ആണോ?
പിന്നെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിന് വരണേന് മുന്നേ 11 വർഷം ഇന്ത്യയിൽ താമസിച്ച കണ്ടിന്യൂസ് ആയിട്ട് 11 വർഷം താമസിച്ചാലാണ് പൗരത്വം കിട്ടാന്നുള്ളത് 5 വർഷമായിട്ടൊക്കെ കുറച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിളാണ് പറയുക? നമ്മളൊന്ന് പറഞ്ഞേ. സിറ്റിസൺഷിപ്പ് എത്രാമത്തെ ആർട്ടിക്കിളിലാണ് പറയണത്? പറഞ്ഞേ. സിറ്റിസൺഷിപ്പ് പറയണ ആർട്ടിക്കിൾ കിട്ടിയാ? ആർക്കും ഓർമ്മയില്ല? ആർട്ടിക്കിൾ പഠിക്കണോട്ടാ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മുടെ മൗലികാവകാശമാണ് പഠിക്കാൻ പോണത്. മൗലികാവകാശങ്ങൾ എന്തായാലും ആർട്ടിക്കിളുകൾ കുറെ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ കുറെ ആർട്ടിക്കിളുകൾ പതുക്കെ പഠിച്ചു പോവാ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളിലാണ് നമ്മുടെ പൗരത്വത്തെ പറ്റി പറയുന്നത്. ഇനി ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്നൊരു ആശയം ഒരാൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായി. അദ്ദേഹത്തിന്റെ പേരാണ് സിംഗ്വി കമ്മിറ്റി. സിംഗ്വി കമ്മിറ്റിയിലെ അനുസരിച്ച് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നടപ്പിലൊന്നും ആയിട്ടില്ല. അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആരാന്ന് ചോദിക്കാറുണ്ട്. അത് സിംഗ്വി എന്ന് പറഞ്ഞ ആളാണ് ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ചില നമ്മുടെ ഇന്ത്യൻ പൗരന്മാര് ചില വിദേശികള് വിവാഹം കഴിക്കാറുണ്ട്. അപ്പൊ അവർക്ക് ഇന്ത്യൻ പൗരത്വം, നിങ്ങൾക്കറിയാം രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കണ, ഞാൻ പേരൊന്നും എടുത്ത് പറയണില്ല. ഓക്കെ, അപ്പോ ചില വ്യക്തികള് നമ്മുടെ വിവാഹം കഴിച്ച് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോ വേറെ രാജ്യത്തെ പൗരനാണ്, ഇവിടെ ഇന്ത്യൻ സിറ്റിസനെ വിവാഹം കഴിച്ചു. അങ്ങനെയാണെങ്കിൽ ആ പങ്കാളിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടാനായിട്ട് നമ്മൾ പറഞ്ഞ 5 മെത്തേഡിൽ ഏത് മെത്തേഡ് വെച്ചിട്ടായിരിക്കും സിറ്റിസൺഷിപ്പ് കിട്ടുക? അറിയോ? ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടാനായിട്ട് ഉള്ള മാർഗം ഏതായിരിക്കും? 5 മെത്തേഡ് ഉണ്ട്. അതിൽ ഏത് മെത്തേഡായിരിക്കും? രജിസ്ട്രേഷൻ വഴിയായിട്ടാണ് കേട്ടോ. രജിസ്ട്രേഷൻ വഴി. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. പിന്നെ ഒരു പോയിന്റ് കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. ഇന്ത്യൻ പൗരന്, ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ നമുക്ക് കുറച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങൾ കിട്ടുന്നുണ്ട്. മൗലിക അവകാശങ്ങളുണ്ട്, അതല്ലാണ്ട് കുറച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ, ആസ് എ ഇന്ത്യൻ സിറ്റിസൺ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഏതൊക്കെ അവകാശങ്ങൾ വരുമെന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം. വോട്ട് ചെയ്യാനുള്ള അവകാശം നമുക്കറിയാം, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അല്ലാണ്ട് ഇന്ത്യൻ പൗരനല്ലാത്ത ഒരു ആൾക്ക് വന്നിട്ട് നമ്മുടെ വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. അതേപോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശവും ഇന്ത്യൻ പൗരനേ ഉള്ളൂ. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ ഇന്ത്യൻ സിറ്റിസൺ ആയതിന് കാണുന്നില്ലേ? പേജ് കാണണ്ട, ഞാനിത് അല്ലാണ്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ആയിട്ട് പറഞ്ഞതാ, എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറഞ്ഞതാ. ഓക്കെ, അപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം ഒരു ഇന്ത്യൻ പൗരന് മാത്രം കിട്ടുള്ളൂ. അതേപോലെ സംഘടനകൾ രൂപീകരിക്കാനും ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ വഹിക്കാനൊക്കെ ഒരു ഇന്ത്യൻ പൗരന് മാത്രമേ പറ്റുള്ളൂ. ഇതാണ് ഇന്ത്യൻ പൗരന് മാത്രം ലഭിക്കുന്ന കുറച്ച് രാഷ്ട്രീയ അവകാശങ്ങളാണ്. അത് ജസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്ത്യൻ പൗരന് മാത്രം കിട്ടണ കുറച്ച് അവകാശങ്ങൾ പറഞ്ഞതാണ്, രാഷ്ട്രീയ അവകാശങ്ങൾ. ക്ലിയർ അല്ലേ? വേണമെങ്കിൽ ഞാൻ നോട്ടിൽ ആഡ് ചെയ്തിടാം കേട്ടോ. ഞാൻ ഓർത്തൊക്കെ പറഞ്ഞു എന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂ സിറ്റിസൺഷിപ്പിൽ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് മൗലിക അവകാശങ്ങൾ കുറച്ച് പഠിക്കാം.
ഈ മൗലിക അവകാശങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കെന്നറിയില്ല. അത്രയും മൗലിക അവകാശങ്ങൾ ഈ ഒന്നും പഠിച്ചില്ലെങ്കിലും വേറെ ഒരു സബ്ജക്ട് നിങ്ങൾ ഇത്ര പഠിച്ചില്ലെങ്കിലും എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള സബ്ജക്ട് തുടങ്ങുമ്പോൾ തന്നെ നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. എല്ലാ പരീക്ഷയ്ക്കും ഏറ്റവും ചെറിയ ലെവൽ തൊട്ട് ഹയർ ലെവലുള്ള പരീക്ഷയ്ക്ക് വരെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ നല്ലപോലെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ ഹിസ്റ്ററി, ജോഗ്രഫി ഒന്നും ഞാൻ അത്ര ഇതായിട്ട് പറയാത്തതിന് വേറെ കാര്യമുണ്ട്. ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ ഇന്ത്യ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി അങ്ങനെ കുറെ ഹിസ്റ്ററി പഠിച്ചുണ്ടാക്കിയാലാണ് അത്ര മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വൺസ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മാർക്ക് കിട്ടാവുന്ന ഒരു ഏരിയ ആണ്. അധികം പഠിക്കാണ്ട് തന്നെ മാർക്ക് കിട്ടാവുന്ന ഒരു ഏരിയ ആണ്. പഠിക്കണത് വൃത്തിക്ക് പഠിക്കുക, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളത് ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിക്കേണ്ടതെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോണത് മൗലിക അവകാശങ്ങൾ കേട്ടോ. മൗലിക അവകാശങ്ങൾ, നമുക്ക് കുറെ മൗലിക അവകാശങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നിർദ്ദേശക തത്വങ്ങൾ, അതേപോലെ തന്നെ മൗലിക കടമകൾ, ഇതൊക്കെ നമുക്ക് നടത്തി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു കോടതിയിലും ചെല്ലാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മൗലിക അവകാശങ്ങൾ ലംഘിച്ചു അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് ഒരു പൗരൻ എന്ന നിലയിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ പല നിയമങ്ങളും നമുക്ക് ഭേദഗതി ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പാർലമെന്റിൽ വെച്ച് ഭേദഗതി ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ മൗലിക അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിൽ, അതിന്റെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റുന്ന രീതിയിൽ ഒരു അമെന്റ്മെന്റുകളും വരുത്താൻ പറ്റില്ല. നമ്മുടെ മൗലിക അവകാശങ്ങൾക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ആ അടിസ്ഥാന ഘടനയെ ബാധിക്കുന്ന രീതിയിൽ ഒരു നിയമവും നിർമ്മിക്കാനും പാടില്ല, അതിൽ മാറ്റങ്ങൾ വരുത്താനും പറ്റില്ല. അതാണ് ഈ പറയണത്. പാർലമെന്റിന് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത തരത്തിൽ വേണമെങ്കിൽ മൗലിക അവകാശങ്ങളെ ഭേദഗതി ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എന്ത് നിയമം നടക്കുമ്പോഴും അവിടെ മൗലിക അവകാശ ലംഘനം നടക്കണുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അങ്ങനെയാണ് നിയമം നിർമ്മിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മൗലിക അവകാശങ്ങൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ എപ്പോഴും ചോദിക്കാവുന്ന ഒരു പോയിന്റ് ആണ്, ചോദിക്കുന്നതാണ്. മൗലിക അവകാശങ്ങൾ പരിപൂർണമോ, ഒരിക്കലും അത് പരിപൂർണമാണെന്ന് പറയാൻ പറ്റില്ല, അനിയന്ത്രിതമോ അല്ല. അതായത് നിയന്ത്രിക്കാൻ പറ്റും. ചില സമയങ്ങളില് മൗലിക അവകാശങ്ങളെ നിയന്ത്രിക്കാനൊക്കെ പറ്റും. ഇപ്പൊ ഒരു യുദ്ധം നടക്കുന്നു, ഒരു കലാപം നടക്കുന്നു, അവിടെ നമുക്ക് കിട്ടാവുന്ന, സാധാരണഗതിയിൽ കിട്ടാവുന്ന മൗലിക അവകാശങ്ങളൊക്കെ നമുക്ക് ലിമിറ്റഡ് ആക്കാൻ പറ്റും. ചില മൗലിക അവകാശങ്ങൾ, അത് ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങൾ യുദ്ധം നടക്കുന്ന സമയത്തും ഹനിക്കാൻ പറ്റാത്തതെന്ന് നമ്മൾ പഠിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങൾ പരിപൂർണമാണെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ അനിയന്ത്രിതമോ അല്ല എന്ന് പറയാൻ പറ്റില്ല. നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്, അത്രേ ഉള്ളൂ. അത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ മൗലിക അവകാശങ്ങളെ ലിമിറ്റഡ് ആക്കേണ്ടി വരും, ഈ യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങൾ. അതാണ് പറയണത്. അപ്പൊ അനിയന്ത്രിതമോ അല്ല, അനിയന്ത്രിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിന്റെ അടിയിൽ എഴുതിയ സെന്റൻസ് വെച്ചാൽ മതി. അതിനുമേൽ ഗവൺമെന്റിന് യുക്തിപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. ഇനി മൗലിക അവകാശങ്ങൾ ഭാഗം 3-ലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ ഭാഗം 3-ല്. എന്നാൽ ഭാഗം 2-ലാണ് നമ്മൾ എന്ത് ഉൾപ്പെടുത്തിയേക്കണത്? പൗരത്വം ഉൾപ്പെടുത്തിയേക്കണത് ഭാഗം 2-ലും. ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. നമ്മൾ 5 മുതൽ 11 വരെ പൗരത്വമാണ് പഠിച്ചത് അല്ലെ? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വം പഠിച്ചു. ഇനി ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ഒന്നുമില്ല, നമ്മൾ 2-3 പോയിന്റേ പഠിച്ചോളൂ. മൗലിക അവകാശങ്ങൾ ഭാഗം 3-ലാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. പിന്നെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റുന്നതാണ്. മൗലിക അവകാശങ്ങൾ പരിപൂർണമല്ല, അത് പിന്നെ അതേപോലെ തന്നെ അതിന് ചില സന്ദർഭങ്ങളിൽ നിയന്ത്രിക്കാൻ പറ്റും.
മൗലിക അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന ഘടനയെ ബാധിക്കുന്ന തരത്തിൽ ഒരു ഭേദഗതിയും പറ്റില്ല. മൗലിക അവകാശങ്ങളെ അടിസ്ഥാന ഘടനയെ എപ്പോഴും മാനിക്കണം. ഇത്രയും പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? കുറച്ച് പോയിന്റ് പറഞ്ഞോളൂ. ഇനി നമ്മൾ പറഞ്ഞത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ആരാന്ന? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ സുപ്രീം കോടതിക്കാണ്. സുപ്രീം കോടതിയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. സുപ്രീം കോടതി, അതായത് ഏറ്റവും സുപ്രീം കോടതിക്കാണ് ഇതിന്റെ കാര്യത്തിൽ അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഇനി അതിനുള്ള ഉപകരണങ്ങളാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണമാണ് റിട്ടുകൾ എന്ന് പറഞ്ഞത്. ഞാൻ 5 തരം റിട്ടുകൾ ഉണ്ടെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. ഹേബിയസ് കോർപ്പസ്, അതേപോലെ തന്നെ നമ്മളിനി വഴിയെ പഠിക്കും കൊവാറന്റോ മാൻഡമസ് എന്നൊക്കെ പറഞ്ഞ റിട്ടുകൾ. അങ്ങനെ റിട്ടുകൾ ഈ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിട്ടുകളൊക്കെ. ഇപ്പൊ ഒരാളെ കാണാണ്ടായി, അപ്പൊ നമുക്ക് ഹേബിയസ് കോർപ്പസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനൊക്കെ അധികാരമുള്ളത് പാർലമെന്റ്. ഞാൻ പറഞ്ഞു ചില സന്ദർഭങ്ങളിൽ മൗലിക അവകാശങ്ങൾ നമുക്ക് വേണമെങ്കിൽ ലിമിറ്റഡ് ആക്കാൻ പറ്റും, നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്താൻ പറ്റും. അതേപോലെ മൗലിക അവകാശങ്ങൾ ഭേദഗതി വരുത്താനൊക്കെ അധികാരമുണ്ട്. അതൊക്കെ അധികാരമുള്ളത് പാർലമെന്റിൽ. പക്ഷെ അതിന്റെ കോർ സാധനം എന്ന് പറഞ്ഞ സാധനം മാറ്റാൻ പറ്റില്ല, ബേസിക് സ്ട്രക്ചർ മാറ്റാൻ പറ്റില്ല. അല്ലാണ്ടുള്ള അമെന്റ്മെന്റ് ഒക്കെ പാർലമെന്റിന് വരുത്താൻ പറ്റും. ഇനിയിപ്പോ അടിയന്തരാവസ്ഥ സമയത്താണ് മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്. ഈ മൗലിക അവകാശങ്ങൾക്ക് ഒരു നിയന്ത്രണം ഒക്കെ വരണത് അടിയന്തരാവസ്ഥ സമയങ്ങളാണ്. അടിയന്തരാവസ്ഥ പല രീതിയിൽ അടിയന്തരാവസ്ഥ വരാം. ഓക്കെ, ദേശീയ അടിയന്തരാവസ്ഥ വരാം, അതേപോലെ തന്നെ ആഭ്യന്തര അടിയന്തരാവസ്ഥ വരാം, സാമ്പത്തിക അടിയന്തരാവസ്ഥ വരാം. പല രീതിയിലുള്ള അടിയന്തരാവസ്ഥകളുണ്ട്, അത് നമ്മൾ പഠിക്കും. ഇനി മൗലിക അവകാശങ്ങൾ നമ്മൾ കടം കൊണ്ടത് ഇന്നലെ നമ്മൾ പറഞ്ഞു, അമേരിക്കയുടെ കയ്യിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ നമ്മൾ കടം കൊണ്ടത്. അപ്പൊ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് സുപ്രീം കോടതി. സംരക്ഷിക്കുന്നത് റിട്ടുകൾ വഴിയായിട്ടാണ്. പാർലമെന്റിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ മൗലിക അവകാശങ്ങളിൽ പറ്റും. 12 മുതൽ 35 വരെയാണ് നമ്മുടെ ആർട്ടിക്കിൾസിനെ പറ്റി, ഈ മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്. ഇനി മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥയുടെ സമയത്താണ്. നമ്മൾ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നേ. ക്ലിയർ ആണോ? ഞാൻ പറയണത് കേൾക്കണില്ലേ നിങ്ങള്? ഉറങ്ങാണ് ഇരുന്ന്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി നമ്മുടെ ഓക്കെ, നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോ 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നിലവില് 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത് കേട്ടോ. ഇപ്പൊ 6 മൗലിക അവകാശമാണുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. 12 മുതൽ 35 വരെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും 14 തൊട്ടുള്ള കാര്യങ്ങളാണ് മൗലിക അവകാശങ്ങളാണ് പറയാറുള്ളത്. 12ാമത്തെ ആർട്ടിക്കിൾ പറയണത് സ്റ്റേറ്റിന്റെ നിർവചനമാണ് പറയണത്. എന്താണ് ഒരു സ്റ്റേറ്റ്? അങ്ങനെ പറയണ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നത്. അതായത് 12 മുതൽ 35 വരെയാണല്ലോ മൗലിക അവകാശങ്ങളെ പറ്റി പറയണത്. അപ്പൊ ആർട്ടിക്കിൾ 12 ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ആർട്ടിക്കിൾ 12 എന്ന് പറഞ്ഞ സ്റ്റേറ്റിന്റെ നിർവചനമാണ്. അതായത് അതിൽ കേന്ദ്ര മന്ത്രിസഭ, അതേപോലെ പാർലമെന്റ്, സംസ്ഥാന മന്ത്രിസഭ, നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇതെല്ലാം കൂടി കൂടിയിട്ടാണ്
അതേപോലെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനം, ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 12. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റിയാണ് പറയണത്. ജുഡീഷ്യൽ റിവ്യൂ അതില് നീതിന്യായ പുനഃപരിശോധന എന്നാണ് ആർട്ടിക്കിൾ 13 പറയണത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, പാർലമെന്റോ അല്ലെങ്കിൽ സംസ്ഥാന നിയമം നിർമ്മിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന നിയമനിർമ്മാണ സഭയോ അല്ലെങ്കിൽ പാർലമെന്റോ ഏത് നിയമം പാസ്സാക്കിയാലും അത് നമ്മുടെ മൗലിക അവകാശത്തെ ലംഘിക്കുന്ന രീതിയിൽ ആവാൻ പാടില്ല എന്ന് പറയണതാണ് ഈ ജുഡീഷ്യൽ റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഹനിക്കുന്ന മൗലിക അവകാശത്തെ ഹനിക്കുന്ന രീതിയിലാണ് നിയമം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അസാധുവാക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും അതേപോലെ തന്നെ ഹൈക്കോടതിക്കും ഉണ്ട് എന്ന് പറയണ കാര്യമാണ് ജുഡീഷ്യൽ റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർട്ടിക്കിൾ 13. അങ്ങനെ എന്തെങ്കിലും ഇവർ പാസ്സാക്കണ നിയമങ്ങള് മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കും അവകാശം ഉണ്ടെന്നാണ് ഈ ജുഡീഷ്യൽ റിവ്യൂ കൊണ്ട് പറയണത് കേട്ടോ. ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ്. ഈ പറഞ്ഞത് മനസ്സിലായോ ഞാൻ ഇപ്പൊ പറഞ്ഞത്? ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് മനസ്സിലായി? ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയാണ് മൗലിക അവകാശങ്ങൾ ഉള്ളത്. അതിൽ 12, 13 ആർട്ടിക്കിൾ എന്താണെന്ന് പറഞ്ഞതാണ്. മൗലിക അവകാശങ്ങൾ നമ്മൾ 6 പറയുമ്പോൾ ഇത്രയും ആർട്ടിക്കിളാണ് മെയിൻ ആയിട്ട് പറയാ. അതുകൊണ്ടാണ് ഈ 12, 13 എന്താണെന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ 12, 13 എന്താണെന്ന്? ആർട്ടിക്കിൾ 12, 13 ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? 12 സ്റ്റേറ്റിന്റെ നിർവചനമാണ് പറയണത്, 13 ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റിയാണ് പറയണത്. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സംസ്ഥാന നിയമനിർമ്മാണ സഭയോ അല്ലെങ്കിൽ പാർലമെന്റോ എന്തെങ്കിലും നിയമം ഉണ്ടാക്കുമ്പോൾ മൗലിക അവകാശം ലംഘിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് റദ്ദ് ചെയ്യാൻ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അധികാരം ഉണ്ടെന്ന് പറയണ ആ ഒരു സംഭവമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയണത്. ഓക്കെ, അത് ഞാൻ ഒന്നും കൂടി പിന്നെ എപ്പോഴെങ്കിലും ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇത്ര നേരം പറഞ്ഞത് 6 തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ്. ഇതുവരെ മുന്നുണ്ടായിരുന്നത് ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ ഉള്ളത് 6 മൗലിക അവകാശങ്ങളാണ്. ഓക്കെ, മുന്നുണ്ടായിരുന്നത് 7 മൗലിക അവകാശങ്ങളായിരുന്നു ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത്. ഇപ്പോ ഉള്ളത് 6 മൗലിക അവകാശങ്ങളാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്നോട്, 7ാമത്തെ മൗലിക അവകാശം എവിടെ പോയിരുന്നു? 7ാമത്തെ മൗലിക അവകാശം സ്വത്തവകാശമായിരുന്നു. സ്വത്തവകാശത്തെ ഇന്നലെ നമ്മൾ 42ാമത്തെ ഭേദഗതിയെ പറ്റി പഠിച്ചു. 44ാമത്തെ അമെന്റ്മെന്റ് വഴി ഈ പറഞ്ഞ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞു. ഞാൻ പറയണ ഫാസ്റ്റ് ആവണുണ്ടോ, സ്ലോ ആക്കണോ, സ്പീഡ് കൂടണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? മനസ്സിലാവണുണ്ടോ നിങ്ങക്ക്? സ്പീഡ് കൂടുതലാണെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. മനസ്സിലാവണുണ്ടോ? ഓക്കെ, സ്പീഡ് കുറയ്ക്കണോ? കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കണം എന്ന് ഒന്ന് പറയോ? സ്പീഡ് കൂടുതലാണെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, അപ്പൊ ഭരണഘടന നിലവിൽ വരണ സമയത്ത് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അത് 6 ഉള്ളൂ. 6 മൗലിക അവകാശങ്ങളെ ഇപ്പൊ നിലവിൽ ഉള്ളൂ. അപ്പൊ 7ാമത്തെ മൗലിക അവകാശം സ്വത്തവകാശമായിരുന്നു. അത് 44ാമത്തെ ഭേദഗതി വഴി ഈ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇപ്പൊ 6 മൗലിക അവകാശങ്ങൾ ആയി മാറിയത്. ഇതില് 14 മുതൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് നമ്മൾ മൗലിക അവകാശങ്ങളെ പറ്റി പഠിക്കുക. ഇതില് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള മൗലിക അവകാശം അറിയണ പേരാണ് സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം. അപ്പോ സമത്വത്തിനുള്ള അവകാശത്തില് ഭരണ ആർട്ടിക്കിൾ 14 വരും, 15 വരും, 16 വരും, 17 വരും, 18 വരും. ഇത്രയും ആർട്ടിക്കിള് സമത്വത്തിനുള്ള അവകാശത്തില് വരണതാണ്. 14, 15, 16, 17, 18.
ഇത്രയും ആർട്ടിക്കിള് സമത്വത്തിനുള്ള അവകാശം എന്ന ആർട്ടിക്കിളിലാണ് വരുന്നത്. 14, 15, 16, 17, 18. ഈ 14, 15, 16, 17, 18 എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ സമത്വത്തിന്റെ അണ്ടറിൽ വരണ ആർട്ടിക്കിൾസ് ആണ് 14, 15, 16, 17, 18. ഇത് ഇപ്പൊ ചോദിക്കും, അവസര സമത്വം ഏത് മൗലിക അവകാശത്തിൽ പെടുന്നു? അവസര സമത്വം ആർട്ടിക്കിൾ 16 അപ്പൊ നമുക്കറിയാം അത് സമത്വത്തിനുള്ള അവകാശത്തിൽ വരണതാണ് ഈ 16 എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഈ ഇതില് ഓരോന്ന് ഓപ്ഷൻ ആയിട്ട് തരും. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെ, മതസ്വാതന്ത്ര്യത്തില്. അപ്പൊ അവസര സമത്വം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മൗലികാവകാശത്തിൽ പെടുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പൊ കൃത്യമായിട്ട് പഠിക്കാം. സമത്വത്തിലുള്ള അവകാശത്തിൽ പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14, 15, 16, 17, 18. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുന്ന ആർട്ടിക്കിളാണ് 19, 20, 21, 22. ആർട്ടിക്കിള് 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ് പെടുന്നത്. ഇനി ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശങ്ങൾ വരുന്ന ആർട്ടിക്കിള് 23, 24 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇഷ്ടമുള്ള മതത്തിൽ നമുക്ക് വിശ്വസിക്കാം, അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം 25 മുതൽ 28 വരെ. ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് 29, 30. ഇത് എപ്പോഴും ചോദിക്കേണ്ടതാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം എത്രാമത്തെ ആർട്ടിക്കിളിൽ പെടുന്നു? അത് 29, 30 പെടുക. ഇനി ഭരണഘടനാപരമായി പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 പെടുന്നതാണ്. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശങ്ങൾ. ഇത്രയും ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആണോ? ഇനി ഇതിന്റെ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. നിങ്ങൾ ഇപ്പൊ പഠിക്കേണ്ടത് സമത്വത്തിലുള്ള അവകാശത്തിൽ വരണ എത്ര വരെയുള്ള ആർട്ടിക്കിളാണ്? 14 മുതൽ 18 വരെ സമത്വം, സ്വാതന്ത്ര്യം 19 മുതൽ 22, ചൂഷണം 23, 24, മതസ്വാതന്ത്ര്യം 25, 25 മുതൽ 28, സാംസ്കാരികവും അപ്പൊ ഇങ്ങനെ ചോദിക്കും, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 29, 30. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 30, ഭരണഘടനാപരമായ പ്രതിവിധിക്ക് 32. ഓക്കെ, ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ഞാൻ നല്ല പതുക്കെയാണ് പോണത്, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സമത്വത്തില് വരണതാണ് 14 മുതൽ 18 വരെ, സ്വാതന്ത്ര്യം 19 മുതൽ 22, ചൂഷണം 23, 24, മതസ്വാതന്ത്ര്യം 25 മുതൽ 28, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ആർട്ടിക്കിൾ 29, 30, ഭരണഘടനാപരമായ പ്രതിവിധിക്ക് 32. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോ 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായത്. ഇപ്പൊ 6 തരത്തിലുള്ള മൗലികാവകാശമാണ് ഉള്ളത്. കാരണം ഒരെണ്ണം സ്വത്തവകാശമായിരുന്നു, അത് മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി കളഞ്ഞു. അപ്പൊ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് 44ാമത്തെ അമെന്റ്മെന്റ് വഴിയാണ്. അതിന്റെ അമെന്റ്മെന്റ് വർഷം ഇമ്പോർട്ടന്റ് ആണ്, 78. 42ാം അമെന്റ്മെന്റ് വന്നത് 76. ഇത് 44ാം അമെന്റ്മെന്റ് 78. 42 പ്രകാരം നമ്മൾ പറഞ്ഞു സോഷ്യലിസം അതേപോലെ തന്നെ സെക്യുലർ 2 ടേമുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ആമുഖത്തില്. അതേപോലെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്ന 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ 44ാമത്തെ 1978 44ാമത്തെ അമെന്റ്മെന്റ് വഴിയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. ഇനി 44ാം അമെന്റ്മെന്റ് നിലവിൽ വന്ന വർഷമാണ് 1979. ഇപ്പൊ സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇപ്പൊ എവിടെയാന്ന് ചോദിച്ചാൽ അത് 300A നമ്മുടെ ഇപ്പൊ സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. ക്ലിയർ ആയോ? ഭരണഘടന നിലവിൽ വരുമ്പോ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു?
എത്ര മൗലികാവകാശങ്ങളാണ് ഭരണഘടന നിലവിൽ വരുമ്പോ ഉണ്ടായിരുന്നത്? എല്ലാവരും ഒന്ന് റിപ്ലൈ തന്നെ. ആ 7. ഇപ്പൊ എത്ര ഉണ്ട് നിലവില്? ഇപ്പൊ നിലവിൽ എത്ര എണ്ണം ഉണ്ട്? ഇപ്പൊ 6. നിലവിൽ വരുമ്പോ 7, ഇപ്പൊ 6. ഇന്ത്യൻ പൗരത്വം നേടാൻ എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടാൻ പറ്റും? എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടാൻ പറ്റും? ഇനി ഈ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നത് എത്ര രീതിയിലാണ്? ഓക്കെ, 3 രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാൻ സാധ്യത. ഓക്കെ, ഇനി ഈ നമ്മുടെ സ്വത്തവകാശത്തെ ഈ പറഞ്ഞ 300A എത്ര പരീക്ഷിക്കാന്നറിയോ? ഈ 300Aക്ക് പകരം 30A ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇട്ട് തന്നിട്ട് താഴെ പറയുന്നത് ശരിയായത് ഏത് തെറ്റായത് ഏതെന്ന് ചോദിക്കുക. അത് 300A എന്ന് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. സ്വത്തവകാശം ഇപ്പൊ ഏതിലാണ് വരണേന്ന് ചോദിച്ചാൽ അത് 300Aയിലാണ് വരണത്. ഓക്കെ, അപ്പൊ ഈ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് മൊറാർജി ദേശായി ആണ്. അദ്ദേഹമാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ സ്വത്തവകാശം ഇപ്പൊ എന്ത് അവകാശമാണെന്ന് ചോദിക്കും. അത് ഇപ്പൊ നിയമ അവകാശമാണ് കേട്ടോ. സ്വത്തവകാശം ഇപ്പൊ നിയമാവകാശമാണ്, മൗലികാവകാശം അല്ല. സ്വത്തവകാശം ഇപ്പൊ നിയമാവകാശമാണ്. അപ്പൊ ആ സമയത്ത് സ്വത്തവകാശം നിയമാവകാശം ആയിരുന്നപ്പോ പ്രസിഡന്റ് ആയിരുന്നത് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഇവരുടെ രണ്ടുപേരുടെ പേരാണ് മെയിൻ ആയിട്ട് ചോദിക്കാറ്. മൊറാർജി ദേശായിയുടെ കാലത്ത്, ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ് ഈ പറഞ്ഞ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ ആ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റി 300Aയിലേക്ക് ആക്കിയത്. പിന്നെ അത് നിയമാവകാശമാണ് ഇപ്പൊ. ഓക്കെ, സ്വത്തവകാശം ഇപ്പൊ എന്ത് തരം അവകാശമാണെന്ന് ചോദിച്ചാൽ അതൊരു നിയമ അവകാശമാണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് പോയാലോ? ഓക്കെ, നമുക്ക് കുറച്ച് 14 സമത്വം വരെ ഒന്ന് പഠിച്ചാലോ? സമത്വം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾസ് ഒന്ന് നോക്കിയാലോ? പഠിക്കാം. ഓക്കെ, പറയ്. കുറേശ്ശെ പഠിക്കാന്ന് വെച്ചിട്ടോ. എടുക്കട്ടെ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്ന മൗലികാവകാശം സമത്വത്തെ പറ്റിയാണ് അല്ലെ. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് നമ്മൾ സമത്വത്തെ പറ്റി പറയണത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തെ പറ്റി പറയണത്. അതില് 2 കാര്യങ്ങളാണ് പറയണത്. ഒന്ന്, നിയമത്തിനു മുന്നിൽ സമത്വം, അതേപോലെ നിയമം മുഖേന തുല്യ സംരക്ഷണം. ഈ 2 കാര്യമാണ് ആർട്ടിക്കിൾ 14 പറയണത്. നിയമത്തിനു മുന്നിൽ സമത്വം, അതേപോലെ നിയമം മുഖേന തുല്യ സംരക്ഷണം. ഇനി നിയമസമത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അതാണ് നിയമസമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പൗരനും നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണനയൊന്നുമില്ല, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അതാണ് നിയമസമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി തുല്യ നിയമ സംരക്ഷണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എല്ലാ പൗരന്മാരെയും ഒരുപോലെ സംരക്ഷിക്കും. നേരത്തെ പറഞ്ഞതിന്റെ തന്നെ വേറൊരു രീതിയിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തുല്യ നിയമ സംരക്ഷണം. ഇന്ത്യയിൽ നമ്മളൊരു നിയമം നിർമ്മിക്കുമ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എല്ലാ പൗരന്മാരെയും ഒരേപോലെ സംരക്ഷിക്കാനുള്ളതാണ് എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ നിയമത്തിന് മുന്നിൽ സമത്വം, അത് ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വം അല്ലെങ്കിൽ നിയമം മുഖേന തുല്യ സംരക്ഷണം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും നിഷേധിക്കരുത്. ഇന്ത്യയിലെ ഉള്ളില് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്, ആർക്കും പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല. ഇനി അതിൽ ഒരു എക്സെപ്ഷണൽ കേസുള്ള 2 പേരുണ്ട്, അതാരാന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ 2 വാക്കാണ് പറഞ്ഞത്. ഒന്ന് നിയമത്തിന് മുന്നിൽ സമത്വം, അടുത്തത് നിയമം മുഖേന തുല്യ സംരക്ഷണം. ഇനി ഈ നിയമത്തിന് മുന്നിൽ സമത്വം ഇത് ഇത്തിരി അഡ്വാൻസ്ഡ് ആണ് കേട്ടോ. ഇത്തിരി ഡിഗ്രി ലെവലിനൊക്കെ ചോദിക്കണതാണ്. ഇപ്പൊ ഡിഗ്രി ലെവൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ
10ാം ക്ലാസ്സിലുള്ള ലെവലുള്ള പരീക്ഷകൾക്കും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ടന്റ് കുറച്ച് കയറ്റിയിട്ടതാണ്. അത് പഠിക്കണം കേട്ടോ നിങ്ങൾ. നിയമത്തിന് മുന്നിൽ സമത്വം. രണ്ട് കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഒന്ന് നിയമത്തിന് മുന്നിൽ സമത്വം, അതേപോലെ തന്നെ നിയമം മുഖേന തുല്യ സംരക്ഷണം. ഈ നിയമത്തിന് സമത്വം എന്ന് പറഞ്ഞ സാധനം ബ്രിട്ടന്റെ നിയമത്തിൽ നിന്ന് വന്നതാണ്. അത് ബ്രിട്ടീഷ് പൊതു നിയമത്തിന്റെ ഒരു ആശയമാണ് നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയണത്. അതിന് വേറൊരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. ഇക്വാലിറ്റി ബിഫോർ ലോ. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയണതാണ് ഈ നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയണത്. നിയമത്തിന് മുന്നിൽ സമത്വം. ഓക്കെ, നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയണത് ഇക്വാലിറ്റി ബിഫോർ ലോ. ഇക്വാലിറ്റി ബിഫോർ ലോ. ഈ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയണത് ബ്രിട്ടന്റെ ആശയമാണല്ലോ. അപ്പൊ നിങ്ങൾ തെറ്റാതിരിക്കാൻ വേണ്ടി പഠിക്കുക. ഇക്വാലിറ്റി ബിഫോർ ലോ. ബിഫോർ ലോ എന്ന് പറയുമ്പോൾ ബ്രിട്ടൻ. നിയമത്തിന് മുന്നിൽ സമത്വം. അപ്പൊ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ ആശയമാണ്. അതേപോലെ തന്നെ നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം, അത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുള്ള ഒരാശയാണ്. നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണത്തിന്റെ ഇംഗ്ലീഷ് വേർഡാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. തെറ്റാതിരിക്കാൻ വേണ്ടി പഠിക്കുക. ഇക്വാലിറ്റി ബിഫോർ, ബി കാണുമ്പോൾ ബ്രിട്ടൻ, പിന്നെ മറ്റേത് അമേരിക്ക ആണെന്ന് ഊഹിക്കാനോ. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന് മുന്നിൽ സമത്വം. ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ സമത്വം. അതിന്റെ മലയാളം വാക്ക് എങ്ങനെയാണല്ലോ, ഇക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്ന് എടുത്തതും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നത് അമേരിക്കൻ എന്നുള്ള ഇതാണ്. ഇനി ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന ആൾക്കാരാണ് രണ്ട് പേര്. ഒന്ന് രാഷ്ട്രപതി, ഗവർണർ. അവർക്ക് മാത്രമാണ് ഈ പറഞ്ഞ നിയമത്തിന് മുന്നിൽ തുല്യത. അവർക്ക് കുറച്ച് എക്സ്ട്രാ പവേഴ്സ് ഒക്കെ ഉള്ള രീതിയിൽ നമ്മൾ പറയും. അപ്പൊ അതുകൊണ്ടാണ് നിയമത്തിന് മുന്നിൽ തുല്യത എന്ന് പറഞ്ഞ ഒരു തത്വം പറയുമ്പോൾ അതിൽ ഇളവ് ലഭിക്കുന്ന 2 പേരാണ്. ഒന്ന് രാഷ്ട്രപതി, 2 ഗവർണർ. പിന്നെ ഈ നിയമത്തിന് മുന്നിൽ സമത്വം, ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ ആശയമാണ്. അതേപോലെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് അമേരിക്കൻ ആശയമാണ്. ഇനി ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആശയം. അതായത് ഒരു ആശയത്തെ നമുക്ക്, ഒരു കാര്യത്തെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരേ കാര്യം തന്നെ നമുക്ക് പോസിറ്റീവായിട്ടും എടുക്കാം, നെഗറ്റീവായിട്ടും പറയാം. അതേപോലെ തന്നെ ഈ പറഞ്ഞ നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയുന്ന സംഭവം ഒരു നെഗറ്റീവ് ആശയമാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആശയമാണ്. എന്നാൽ നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആശയമാണ്. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? നമ്മള് ആർട്ടിക്കിൾ 14 പറഞ്ഞത്. അതിൽ 2 ടേം ആണ് പറയണത്. ഒന്ന് നിയമത്തിന് മുന്നിൽ സമത്വം, 2 നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം. ഈ നിയമത്തിന് മുന്നിൽ സമത്വം, ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ ആശയമാണ്. നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്ന് പറയുന്നത് അമേരിക്കന്റെ ആശയമാണ്, അമേരിക്കൻ ആശയമാണ്. ഇനി ഈ നിയമത്തിന് മുന്നിൽ സമത്വം, ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് നെഗറ്റീവ് ആശയമാണ്. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്ന് പറയുന്നത് പോസിറ്റീവ് ആശയമാണ്. ഇത്രയും ക്ലിയർ ആണോ? ഒന്ന് പറയുന്നേ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഓക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, സമത്വം ആർട്ടിക്കിൾ എവിടം തൊട്ട് എവിടം വരെയുള്ള ആർട്ടിക്കിൾ ആണുള്ളത് സമത്വത്തിന്റെ അണ്ടറിൽ വരണത്? സമത്വം എന്ന് പറയണത് 14 മുതൽ 18. ഇതിലെ കണ്ടന്റ് കുറച്ച് കൂടുതലാന്ന് എനിക്കറിയാം. എല്ലാവരും പറയുമ്പോൾ സാധാരണ ഒരു ബേസിക് ലെവലുള്ള ക്ലാസ്സിൽ ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വം, അടുത്ത ആർട്ടിക്കിൾ പറഞ്ഞു പോവുള്ളൂ. ഇത് ചോദിക്കണ കാരണമാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയണത് കേട്ടോ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ വേറൊരു ടേം കേൾക്കാൻ പോണതാണ് റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞ ഒരു ടേം കേൾക്കും. ഇനി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ് റൂൾ ഓഫ് ലോ. നിയമവാഴ്ച എന്ന് പറഞ്ഞൊരു സംഭവം കേൾക്കും. അപ്പൊ അതെന്താന്നും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. നിയമവാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും ഒരു വ്യക്തിക്കും എല്ലാവരും ഈ നിയമവാഴ്ച റൂൾ ഓഫ് ലോയുടെ ഡെഫിനിഷൻ എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും
ഒരു വ്യക്തിയും നിയമത്തിന് അതീതരല്ല. എല്ലാവർക്കും നിയമം ഒരേപോലെയാണ്. ആ ഒരു കാര്യത്തെ പറയണ, ആ ഒരു ആശയത്തെ പറയണ വാക്കാണ് നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. നിയമവാഴ്ച എന്ന ആശയം നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് കടം കൊണ്ടത്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണ്, ഒരു വ്യക്തിയും നിയമത്തിന് അതീതരല്ല എന്ന് പറയണതാണ് നിയമവാഴ്ച എന്നുകൊണ്ട് അർത്ഥാക്കണത്. അത് ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ കടം എടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ആർട്ടിക്കിൾ 14 മനസ്സിലായോ? ആർട്ടിക്കിൾ 14 മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞേ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ. ബാക്കിയുള്ളവര് 5 മുതൽ 11 വരെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ. 5 മുതൽ 11 വരെയാണ് പൗരത്വം. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണുള്ളത്? മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണുള്ളത്? ആൻസർ അറിയോ? ബാക്കിയുള്ളവരൊന്ന് പറയൂ. പാർലമെന്റിനാണ് അധികാരമുള്ളത് കേട്ടോ. ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ഈ സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയണേ. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേതാന്നാണ് നിങ്ങൾ പറയണേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഭരണഘടനയിൽ നിന്നാണ് നമുക്ക് അതിനുള്ള ഒരു പവർ കിട്ടിയത്. സുപ്രീം കോടതിയാണ് സംരക്ഷകൻ എന്നാണ് നമ്മൾ പറയണത്. വേണമെങ്കിൽ ഇത് ചെയ്യാം, പക്ഷെ ഇതിൽ വേറെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുണ്ട്, അതുകൊണ്ട് അത് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ഓക്കെ, മൗലിക അവകാശങ്ങൾ നമ്മൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണല്ലോ. ഭരണഘടന അതിൽ വരണ ഒരു സംഭവമാണല്ലോ മൗലിക അവകാശങ്ങൾ. അപ്പൊ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി തന്നെയാണ് കേട്ടോ സ്റ്റേറ്റ്മെന്റ്. അടുത്തത്, മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ശരിയോ തെറ്റോ? മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവർ ആൻസർ പറഞ്ഞേ. ശരിയാണ് അല്ലെ. മൗലികാവകാശങ്ങളിൽ അമെന്റ്മെന്റ് നടത്താൻ പറ്റും. അങ്ങനെയാണല്ലോ സ്വത്തവകാശത്തെ ഒക്കെ റിമൂവ് ചെയ്തത് മൗലികാവകാശത്തിൽ നിന്ന്. പക്ഷെ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിന് മാറ്റം വരുത്താൻ പാടില്ല കേട്ടോ. ഇനി അടുത്ത ഓപ്ഷൻ, ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ശരിയോ തെറ്റോ? ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ബാക്കിയുള്ളവരും കൂടി ആൻസർ പറയും. ശരിയാണ്. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, മൗലിക അവകാശങ്ങൾ ന്യായവാദ അർഹമല്ല. മൗലികാവകാശങ്ങൾ ന്യായവാദ അർഹമല്ല.
ഫോൾസ് ആണ് അല്ലെ. മൗലിക അവകാശങ്ങൾ ന്യായീകരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ പറ്റും. നമുക്ക് മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ നമുക്ക് കോടതിയിൽ പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ശരിയായവ. ഓപ്ഷൻ എ, ന്യായവാദ അർഹമല്ല. ശരിയോ തെറ്റോ? ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ്, തെറ്റാണ്. ഒന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണില്ല. അടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ് മൗലികാവകാശങ്ങൾ. ശരിയോ തെറ്റോ? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ കടം കൊണ്ടത്. ശരിയോ തെറ്റോ? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ മൗലികാവകാശങ്ങൾ കടം കൊണ്ടത്. ഇനി അടുത്തത് ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, ഏത് ഭാഗത്താ ഉൾപ്പെടുത്തിയാണെന്ന് മൗലികാവകാശങ്ങള്? ഏത് ഭാഗത്താ? 4 ഉൾപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞില്ലേ, മൗലികാവകാശങ്ങൾ 2-ാമത്തേലല്ല, അത് പൗരത്വമാണ്. ഭാഗം 3 കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭാഗം 3 കേട്ടാ, ഭാഗം 3. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലികാവകാശമാണ്. ശരിയോ തെറ്റോ? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം മൗലികാവകാശമാണ് കേട്ടോ. ഭാഗം 3 മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ കേട്ടോ. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, അനുച്ഛേദം 300A പ്രകാരം സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ശരിയോ തെറ്റോ? അനുച്ഛേദം 300A പ്രകാരം സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ശരിയാണ്. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ് ആർട്ടിക്കിൾ 300A പ്രകാരം കേട്ടോ. ഇനി അടുത്തത്, സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി ഏതാ? ഏത് ഭേദഗതിയിലൂടെയാണ്? 44-ാമത്തെ ഭേദഗതിയിലൂടെ അല്ലെ. ഇനി ഭരണഘടന, ഏത് ഭരണഘടനാ ഭേദഗതി വർഷമാണ് ചോദിക്കണേ. ഏത് ഭേദഗതി വഴിയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്? വർഷം വർഷം വേണം. 79 അല്ലടാ, 79 നിലവിൽ വന്നതാണ്. അമെന്റ്മെന്റിന്റെ ഇയർ 78 എന്നാണ് പറയാ കേട്ടോ. 42-ാമത്തെ അമെന്റ്മെന്റ് ആണെങ്കിൽ 76-ാമത്തെ 1976 42-ാമത്തെ അമെന്റ്മെന്റ് എന്നാ പറയാ. 44-ാമത്തെ അമെന്റ്മെന്റ് 1978 അമെന്റ്മെന്റ് എന്നാണ് പറയാ. പക്ഷെ ഈ 44-ാം അമെന്റ്മെന്റ് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അത് 79 കേട്ടോ. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ, കൂട്ടത്തിൽ ഏത് കേട്ടോ, ഇത് നിങ്ങൾ ആൻസർ പറയണേ. ഓപ്ഷൻ എ, സമത്വത്തിനുള്ള അവകാശം. ഓപ്ഷൻ ബി, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓപ്ഷൻ സി, സ്വത്തവകാശം. ഓപ്ഷൻ ഡി, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏതാ? ഓപ്ഷൻ എ സമത്വം, ഓപ്ഷൻ ബി സ്വാതന്ത്ര്യം, ഓപ്ഷൻ സി സ്വത്തവകാശം, ഓപ്ഷൻ ഡി മതസ്വാതന്ത്ര്യം. പറയൂ, ആൻസർ പറയൂ. ഓപ്ഷൻ സി ആണ് അല്ലെ. ഈ ബാക്കിയുള്ളത് നോക്കിയ സമത്വം മൗലികാവകാശമാണ്, സ്വാതന്ത്ര്യം മൗലികാവകാശമാണ്, മതസ്വാതന്ത്ര്യം മൗലികാവകാശമാണ്. പക്ഷെ സ്വത്തവകാശത്തെ നമ്മൾ മൗലികാവകാശത്തിന്റെ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റി 44-ാമത്തെ അമെന്റ്മെന്റ് വഴി, 1978 44-ാമത്തെ അമെന്റ്മെന്റ് വഴി. ഓക്കെ, ഈ അമെന്റ്മെന്റ് എന്ന് പറയുന്ന സംഭവം എവിടുന്ന കടം കൊണ്ടത്? ഭരണഘടനാ ഭേദഗതി എന്നത് എവിടുന്ന കടം കൊണ്ടത്? ഏത് രാജ്യത്തു നിന്നാ കടം കൊണ്ടത്? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ കേട്ടോ, ദക്ഷിണാഫ്രിക്കയിൽ. ഓക്കെ, മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാന്നറിയോ? ഞാൻ പറയാം മക്കളെ, മൗലിക അവകാശങ്ങളുടെ ശില്പി.
സർദാർ വല്ലഭായ് പട്ടേൽ ആണ് കേട്ടോ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്, സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ സമത്വം മാത്രമാണ് ഡിസ്കസ് ചെയ്തോളൂ. ആർട്ടിക്കിൾ 14 മാത്രമേ നോക്കിയുള്ളൂ. എനിക്ക് ഒരുപാട് ആർട്ടിക്കിൾ പഠിക്കേണ്ടത് കൊണ്ടാണ് ഇത്തിരി പതുക്കെ പോണത്. അപ്പൊ നിങ്ങൾ അന്നന്ന് എടുക്കണത് അന്നന്ന് തന്നെ പഠിച്ചു പോയ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ എളുപ്പമാണ് കേട്ടോ. 2 ക്ലാസ് നമ്മുടെ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ മര്യാദയ്ക്ക് റിവൈസ് ചെയ്ത് പഠിച്ചിട്ട് വരാം കേട്ടോ. താങ്ക് യു.